എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു റെസ്റ്റോറൻറ്റ് കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് അഡാർ തട്ടുകട എന്നാണ്. ഖത്തറിലെ ഒരു ഫേമസ് ആയിട്ടുള്ള കേരള റെസ്റ്റോറൻ്റ് ആണ്. കയറുമ്പോൾ തന്നെ നമുക്കൊരു തട്ടുകടയുടെ ഫീലാണ് കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഓരോ സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ പരിപ്പുവട, ഉഴുന്നുവട, അതുപോലെ തന്നെ ഏത്തയ്ക്കാപ്പം, അങ്ങനെ സുഗിയൻ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെ നമുക്കൊരു നല്ലൊരു സന്തോഷമാണ്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. ഇതിനകത്ത് മുഴുവൻ നമുക്ക് തടി കൊണ്ടാണ് ശരിക്കും കാണാൻ പറ്റുന്നത്. നമ്മുടെ ഒരു ഹൗസ് ബോട്ടിലൊക്കെ കയറിയ ഒരു ഫീലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി. മുകളിലാണ് ഫാമിലി സെക്ഷൻ ഉള്ളത്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ആ ലൈറ്റ് ഒക്കെ നോക്കി ശരിക്കും ഒരു ഹൗസ് ബോട്ടിൽ ഇരുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അഡാർ തട്ടുകട എന്ന് പറഞ്ഞൊരു ഫേമസ് കടയാണ് നമ്മൾ കണ്ടിട്ട് വന്നതാണ്. നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം നമുക്ക് ഒരു 10 അരമണിക്കൂർ ഡ്രൈവ് ഉണ്ട്. എയർപോർട്ട് റോഡാണ്. അൽമുന്തസ എന്നുള്ള സ്ഥലത്താണ് ഉള്ളത്. ധാരാളം ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്കൊരു പഴയകാല ചായക്കട കയറിയ ഒരു ഫീല് കിട്ടും. എനിക്ക് തോന്നിയത് ഒരു ഹൗസ് ബോട്ടിന്റെ ഫീൽ ആയിരിക്കും. ഈ കടയുടെ പേര് പോലെ തന്നെയാണ് നമുക്ക് തോന്നിയ ഒരു തട്ടുകടയുടെ ഒരു രീതിയായിരുന്നു. അതേപോലെ തന്നെ ആ ലൈറ്റും ശരിക്കും ഇതിൻ്റെ ഇന്റീരിയറൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ദോഹ തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് 2 ബ്രാഞ്ച് ഉണ്ട്. ഈ ഒരു റെസ്റ്റോറൻറ്റ് RJ സൂരജിൻ്റെ റെസ്റ്റോറൻ്റ് ആണെന്ന് ഇങ്ങനെ കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നാണ്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അടിപൊളിയാണെന്ന് കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫുഡൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ട്രൈ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കട്ട്ലേറ്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു ആ കട്ട്ലേറ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത നമുക്ക് തോന്നിയത് എല്ലാം ഇലയിലാണ് ഇവർ വിളമ്പുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. രന്തീഷേട്ടനൊക്കെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞാനാണെങ്കിൽ കപ്പയും മീൻകറിയുമായിരുന്നു. പിന്നെ അവരുടെ സിഗ്നേച്ചർ ഡിഷായിട്ടുള്ള ഫിഷ് തവ മസാല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് അധികം എരിവില്ലാത്ത ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷ് തവ മസാലയായിരുന്നു. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബിരിയാണിയൊക്കെ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ബിരിയാണി എല്ലാം നമുക്ക് ഇലയിലാണ് അവർ വിളമ്പിയത്. നാടൻ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയവർക്ക് ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് ഇത്. അങ്ങനെ നമ്മൾ കപ്പയും മീൻകറിയും കഴിക്കുകയാണ്. എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. കപ്പയും മീൻകറിയും അതൊരു കോമ്പിനേഷൻ ആണല്ലോ. ഞങ്ങളുടെ കോട്ടയംകാർക്കൊക്കെ ആണെങ്കിൽ മീൻകറി എന്ന് പറഞ്ഞാൽ ചുമന്ന കളറാണ്. ഇത് തേങ്ങയ്ക്ക് അരച്ചൊരു മീൻകറി ആയിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ ശ്രീകുട്ടൻ കഴിക്കുകയാണ്. അവന് നല്ല ഇഷ്ടമായെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ കപ്പയുടെ കൂടെ അവരൊരു ബീട്രൂട്ടിൻ്റെ ഒരു ചമ്മന്തി പോലത്തൊരു സംഭവം തന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതിന്. ഇവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളൊരു ബെറി മിക്സ് മൊഹിറ്റോ ഓർഡർ ചെയ്തു. ഈ പ്ലേറ്റ് മൊത്തം കാലിയാക്കി വെച്ചേക്കാണ്. ആ കറിയുടെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഒരു മൊഹിറ്റോയും കൂടെ ഓർഡർ ചെയ്തു. അത് സ്ട്രോബെറിയുടെ ഫ്ലേവർ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് അവരുടെ മറ്റൊരു ബ്രാഞ്ചാണ്. ഇത് ദോഹയിലെ എയർപോർട്ട് റോഡിൽ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ രണ്ടാമതും ആ ഒരു റെസ്റ്റോറൻറ്റ് അടുത്ത ബ്രാഞ്ചിൽ വന്നേക്കാണ്. നമ്മൾ എന്തായാലും ഈ ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ നേരെ അവിടുത്തെ ബിരിയാണി ട്രൈ ചെയ്യുവാണ്. ഇവിടെ അതുപോലെ തന്നെയാണ്. ആദ്യം തന്നെ അവർ ഇലയിട്ടിട്ട് അതിൽ ചമ്മന്തിയും ആ ബീട്രൂട്ടിൻ്റെ ആ സംഭവം ഇവിടെയുണ്ട്. പിന്നെ ഒരു സാലഡും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ടാണ് അവർ ബിരിയാണി നമുക്ക് വിളമ്പുന്നത്. ഈ റെസ്റ്റോറൻറ്റ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നിയത് ഇലയിലാണ് അവരെല്ലാം വിളമ്പുന്നത്. അതുകൂടാതെ തന്നെ പായസമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബിരിയാണിയുടെ കൂടെ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസും ചിക്കനൊക്കെ നല്ലതായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു. നാടൻ ഫുഡുകളൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു അടിപൊളി റെസ്റ്റോറൻ്റാണ് ഈ അഡാർ തട്ടുകട. ദോഹയിലാണ് ഇത് വരുന്നത്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 2 ബ്രാഞ്ചിനും പോയിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.